ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും ഒരു യാത്രയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കോട്ടയം കുമളി റോഡാണ്, നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലമായിരിക്കും. ഇത് കൊടികുത്തി എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മൾ കുട്ടിക്കാനം മേഖലയിലേക്കാണ് പോകുന്നത്. ഒരു ഗംഭീര വ്യൂവോടുകൂടി തന്നെ നമ്മൾ ഈ മീശപ്പുലിമലയൊക്കെ പോയി ക്ലൗഡ് ബെഡ് കാണാറുണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് ഈ കൊടികുത്തിയിൽ തന്നെ അങ്ങനെ ഗംഭീരമായിട്ടൊരു വ്യൂ ഉണ്ടെന്നുള്ളത്. ആ വ്യൂ പോയിന്റിൽ തന്നെ നമുക്ക് ഈ വീഡിയോ തുടങ്ങാമെന്ന് വെക്കുകയാണ്. അപ്പോൾ പതുക്കെ മല കയറാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു താങ്ക്സ് പറയട്ടെ. ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേരുടെ വലിയ മോട്ടിവേഷൻ എന്ന് തന്നെ പറയാം. ആ മോട്ടിവേഷനാണ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രേരണയായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ പലരും വളരെ കൃത്യമായി തന്നെ ഈ വീഡിയോ കാണുകയും അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങളും അതിനെക്കുറിച്ചുള്ള പോസിറ്റീവ് വൈബും എല്ലാം പറയുന്നുണ്ട്. ഞാൻ ഓർക്കുകയാണ്, സാച്ചുറേഷൻ കൂടുതലാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഒപ്പം തന്നെ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അടിപൊളി വീഡിയോ ആണെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ഓരോ മനുഷ്യരും വളരെ നൈസാണ് എന്ന് വരെ പറഞ്ഞ ആളുകളെ എല്ലാവരെയും ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇന്ന് വീണ്ടും ഒരു വീഡിയോയിലേക്ക് നമ്മൾ കിടക്കുന്നത്. തീർച്ചയായും നല്ല വിഷ്വൽസ്, ഇപ്പോൾ നമ്മൾ നടത്തിയ പലരും നടത്തിയ യാത്രകളൊക്കെ തന്നെയാണ് ഈ ഇത്തരം സ്ഥലങ്ങൾ. ഇപ്പോൾ കുട്ടിക്കാനായിക്കോട്ടെ, വാഗമൺ ആയിക്കോട്ടെ. വാഗമൺ സീരീസ് നമ്മൾ കുറച്ച് വീഡിയോ ചെയ്തു. അപ്പോൾ കുട്ടിക്കാനത്തേക്ക് വീണ്ടും പോകുമ്പോഴും അത്തരം സ്ഥലങ്ങൾ തന്നെയാണ്. പക്ഷേ നമുക്കവിടെ നേരിട്ട് പോയി കാണണം എന്നുള്ളൊരു വലിയ കൗതുകവും ആഗ്രഹമുണ്ട്. പിന്നെ അവിടുത്തെ വിഷ്വൽസ് പകർത്തണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ വിചാരിച്ചാണ് ഈ യാത്ര ഉള്ളത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യണം. കാരണം കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്താൻ അതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണമെന്ന് തുടക്കം തന്നെ പറയുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ നേരെ കയറ്റം കയറുകയാണ്. പെരുവന്താനം കഴിഞ്ഞു, ഇടുക്കി ജില്ല തന്നെയാണ്. കോട്ടയത്തുനിന്ന് ഇറങ്ങി രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ നേരത്തെ കണ്ട ബോയ്സ് എസ്റ്റേറ്റില്ലേ, അവിടെ ഓരോ ദിവസവും ഓരോ കാഴ്ചയാണ്. വെച്ചാൽ എല്ലാ ദിവസവും ഒരുപോലെ അല്ലല്ലോ ഈ കോടമഞ്ഞൊന്നും വരിക. ഇന്നിപ്പോൾ ഇത്ര ഉണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ ഇതുവഴി വരുമ്പോൾ ഇടയ്ക്കൊന്ന് ഇറങ്ങി നിന്ന് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് തന്നെയാണത്. ഇനിയിപ്പോൾ നമ്മൾ ഒരുപാട് എത്തും മുൻപ് തന്നെ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് എത്തും. ഈ റൂട്ടിലെ ഏറ്റവും കൗതുകമുള്ള ഒരു സ്ഥലം, ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലമാണ് വളഞ്ഞങ്ങാനം എന്നുള്ളതാണ്. അപ്പോൾ പുല്ലുപാറെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ കയറ്റം കയറിക്കൊണ്ടിരിക്കുക. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എത്ര വലിയ ഒരു വശത്തെ വലിയ പാറക്കെട്ടുകളാണ്. ഇപ്പുറത്ത് നമ്മൾ ഈ ബോയ്സ് എസ്റ്റേറ്റിൻ്റെ അവിടെ കണ്ട അതേപോലെ ഉള്ള കാഴ്ചകൾ ഇപ്പുറത്തും ഉണ്ട് കേട്ടോ. താഴെ ഒരു അടിപൊളി പള്ളിയൊക്കെ ഇവിടെ നിന്ന് കാണാം. ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ.
ഈ ഹൈ റേഞ്ചിലേക്ക് വരുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള കാഴ്ച ഇതാണ്. ഇതിനിടയ്ക്ക് ഈ മലയിടുക്കുകൾക്ക് ഇടയിലുള്ള ഈ പള്ളിയും അമ്പലങ്ങളും അങ്ങനെയൊക്കെയുള്ള ആരാധനാലയങ്ങൾ, കൂടുതലും പള്ളികളാണ്. ഭയങ്കര ഭംഗിയല്ലേ, ഒരു ഗംഭീര ലാൻഡ്സ്കേപ്പിൽ. അപ്പോൾ ഇത് റോഡിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ കുറച്ച് നല്ല വിഷ്വൽസ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരു ക്യാമറ കൂടി എന്തായാലും വാങ്ങിയിട്ടുണ്ട്, നിക്കോണിൻ്റെ Z30. ചില കൂട്ടുകാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഏത് ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. ഇതുവരെ യൂസ് ചെയ്തിരുന്നത് Insta360 1RS എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറയാണ്. അതിൻ്റെ 4K ലെൻസാണ്. പിന്നെ ഡ്രോൺ ഷോട്ട്സ് DJI Mini 3 Pro. ഇന്നു മുതൽ നമ്മുടെ കൂടെ എന്തായാലും ഈ Z30 കൂടി ഉണ്ടാവും. കുറച്ച് കുറച്ച് ടെലി വിഷ്വൽസൊക്കെ എടുക്കാനും ഒക്കെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരു ക്യാമറ കൂടി വേണമെന്ന് തോന്നി വാങ്ങിയാണ്. കാരണം നമുക്ക് തൃപ്തി വരുന്ന അത്രയും വിഷ്വൽ എടുക്കണം. എനിക്ക് ഈ പല വ്ളോഗേഴ്സും ഗംഭീരമായുള്ള വിഷ്വൽസ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ പോയി അതിൻ്റെ ഒരു വീഡിയോഗ്രാഫി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഭയങ്കര ഒരു കൗതുകം, റൈഡിങ്ങിനൊപ്പം. അപ്പോൾ ആ ഒരു കൗതുകത്തിനാണ് ഞാനിങ്ങനെ വാങ്ങിയത്. മുറിഞ്ഞപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളെത്തി. ഇവിടെ നിന്നാണ് പാഞ്ചാലിമേടയൊക്കെ തിരിഞ്ഞു പോകുന്നതെന്നുള്ള ബോർഡുകളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പാഞ്ചാലിമേടിന് ഇപ്പോൾ പോകുന്നില്ല. മുറിഞ്ഞപുഴ ഈ ജംഗ്ഷൻ 4.5 കിലോമീറ്റർ പാഞ്ചാലിമേട് ബോർഡ് കണ്ടോ. അവിടേക്ക് പോകാൻ താല്പര്യമുള്ള ഓർത്ത് വെക്കുക, ഈ വഴിയായിരിക്കും നോർമലി. യെസ്, അതെ ഈ വഴി തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു മൺസൂൺ റൈഡാണ് ഫ്രണ്ട്സ്. മൺസൂൺ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അതായത് നല്ല മഴ രാവിലെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്ന് തോർന്നു നിൽക്കുകയാണ്. ഇടയ്ക്ക് ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, പക്ഷെ അത് പുലർച്ചെയായിരുന്നു, അന്നേരം വീഡിയോ എടുത്തിട്ടില്ല. ഇടയ്ക്ക് മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. മൺസൂൺ കാലത്തെ കാടും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ആസ്വദിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് അതിൻ്റെ ഏറ്റവും ഭംഗി ഉണ്ടാവുക. സുഹൃത്തുക്കളെ, നമ്മൾ ഈ സഞ്ചരിക്കുന്ന ഇപ്പോൾ കോട്ടയം കുമളി റോഡാണല്ലോ, അതായത് കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാത. ഈ ഒരു പാതയ്ക്ക് വലിയൊരു ചരിത്രമുണ്ട്. ഇത് വീണ്ടും പുനർനിർമ്മിച്ചിട്ട് 100 വർഷം പൂർത്തിയായത് ഈ വർഷമാണ്. 1924 വെള്ളപ്പൊക്കത്തിൽ നേരത്തെ ഈ കുട്ടിക്കാനം വഴി അല്ലായിരുന്നു ഈ റോഡ് ഉണ്ടായിരുന്നത്. വളഞ്ഞങ്ങാനത്ത് നിന്ന് നേരെ, നമ്മളിപ്പോൾ എത്തുന്ന വളഞ്ഞങ്ങാനത്ത് നിന്ന് നേരെ പീരുമേട്ടിലേക്ക് എത്താനായിരുന്നു. ഏതാണ്ട് 4 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെയായിരുന്നു വഴി. അപ്പോൾ അത് അന്ന് വെള്ളപ്പൊക്കത്തിൽ നശിച്ചു. അതിനുശേഷം വീണ്ടും പുനർനിർമ്മിച്ചതാണ്. ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് ഇതുണ്ടായതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഗംഭീരമായിട്ടുള്ള ലൊക്കേഷനിലേക്ക് ലാൻഡ് ചെയ്യുകയാണ്. ഇതാണ് വൈറൽ സ്ഥലമായ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം.
അപ്പോൾ ബൈ ബൈ വളഞ്ഞങ്ങാനം. നേരത്തെ നമ്മൾ വളഞ്ഞങ്ങാനത്തു നിന്നൊരു യാത്ര തുടങ്ങിയിരുന്നു. അത് കട്ടപ്പന ഏലപ്പാറ ആ റൂട്ടിലേക്ക് കുട്ടിക്കാലത്ത് നിന്ന്. അന്ന് പക്ഷേ ഇത്രയും രസമൊന്നും ഇല്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമില്ലായിരുന്നു. ഇത്തവണ ഞാൻ മിസ് ചെയ്തൊരു സാധനം, അതിൻ്റെ ഫ്രണ്ടിലൊരു പൂവുണ്ടല്ലോ, അത് സാധാരണ ചില സമയത്ത് ചില റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് അത് പൂത്തു ഇരിക്കുന്നത്. പൂത്തൊന്നുമില്ല, പക്ഷേ വലിയ കുഴപ്പമില്ലാതെ നമ്മൾ ഡ്രോണൊക്കെ പറത്താൻ പറ്റി. KSRTC ബസ് എടുക്കുക എന്നുള്ളത് കൊതിയുണ്ടായിരുന്നു. KSRTC ബസ് ഇഷ്ടം പോലെ, കോട്ടയം കുമളി ബസ് ഇഷ്ടം പോലെയുള്ള റൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതും കിട്ടി. അപ്പോൾ അങ്ങനെ പതുക്കെ നമ്മൾ കുട്ടിക്കാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റോഡിൻ്റെ ഹിസ്റ്ററിയിലേ ശരിക്കും ഇവിടെ ഒരു തോട്ടപ്പുര ഇവിടെ ഉണ്ട് എന്നാണ്. പക്ഷെ അതെല്ലാം പൊളിഞ്ഞ് തീരാറായി എന്നാണ് പറയുന്നത്. എവിടെയാണെന്ന് നോക്കുകയാണ്. ഈ തോട്ടപ്പുര എന്ന് പറയുമ്പോൾ, തോട്ട എന്ന് പറയുമ്പോൾ ഈ വലിയ വെടിമരുന്ന് സൂക്ഷിക്കുന്ന സ്ഥലം എന്നുള്ള അർത്ഥമാണ്. വലിയ പാറകൾ പൊളിച്ചുകൊണ്ടാണ് അന്ന് റോഡ് ഉണ്ടാക്കിയത്. സ്വാഭാവികമായിട്ട് ഹൈ റേഞ്ച് റോഡുകളെല്ലാം അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ ഗ്യാപ്പ് റോഡും കുട്ടിക്കാനം മേലപ്പാറ റോഡും ഒക്കെ അങ്ങനെ പാറ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയാൻ ബാക്കി അവശേഷിക്കുന്ന ഒരേ ഒരു കാര്യം അത് മാത്രമാണെന്നാണ് പറയുന്നത്. പക്ഷെ അത് കണ്ടില്ല. ഇവിടെ കടകൾ, ഇത് വളഞ്ഞാനങ്ങാനം കഴിഞ്ഞാണെന്നാണ് പറഞ്ഞത്. ഇവിടെ കടകളും പക്ഷേ ഒന്നും തുറന്ന് കണ്ടില്ല. നോക്കാം, കണ്ടാൽ നോക്കാം, അത്രയും. എന്തൊരു പുകയാണ്. എന്തായാലും നല്ല ക്ലൈമറ്റാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്, കോടയിടയ്ക്കുണ്ട്. മഴ ഇതുവരെ പെയ്തിട്ടില്ല. വെതർ ഫോർകാസ്റ്റ് അനുസരിച്ചിട്ട് IHRD പീരുമേട് ചെറിയ സ്ലൈറ്റ് മഴ ഉണ്ടാകും എന്നുള്ളതാണ്. വണ്ടി എന്തോ കംപ്ലൈൻ്റ് ആയല്ലോ KSRTC എന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഈ കുട്ടിക്കാനം എന്ന് പറയുന്ന സ്ഥലം നമ്മൾ ഇപ്പോൾ മൂന്നാർ പോലെയോ അല്ലെങ്കിൽ വാഗമണ്ണ് പോലെയോ അത്രയൊന്നും വലിയ പ്രശസ്തിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പും ഇവിടുത്തെ കാലാവസ്ഥയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം അടിപൊളിയായിട്ടുള്ള കുറേ സ്പോട്ടുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് കുറച്ച് കുട്ടിക്കാനം കുറേ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ശരിക്കുള്ളൊരു ആഗ്രഹം അങ്ങനെയാണ് വേണ്ടത്. കുറേ വ്ളോഗേഴ്സ് കുറേ വീഡിയോ ഇട്ടത് തന്നെയാണ് കേട്ടോ. അതൊക്കെ കാണുമ്പോഴാണ് അങ്ങനെ ഒരു തോന്നൽ വന്നത്. ഒരു കോഫി പോയിന്റ്, പുലരി കഞ്ഞിക്കട, മിസ്റ്റി മൗണ്ടൻ, അത് ഇതിനുള്ളിലാണല്ലേ. അങ്ങനെ കുട്ടിക്കാനം നമ്മൾ ഇതാ എത്തുകയാണ്. കുട്ടിക്കാനം ടൗണിലേക്ക് എത്തി. ഇവിടെയുള്ള അടുത്തുള്ള 1-2 വ്യൂ പോയിന്റും അമ്മച്ചി കൊട്ടാരമൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്. അത് കണ്ട ശേഷം നമുക്ക് മറ്റ് ചില സ്ഥലങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇവിടുന്ന് എവിടെന്നെങ്കിലും ആദ്യം ഫുഡ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികൾ. നമ്മൾ ഈ ഇങ്ങോട്ട് വന്ന വഴി, അതായത് ഈ കുട്ടിക്കാനം എത്തുന്നതിന് 1 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ അമ്മച്ചി കൊട്ടാരം. അമ്മച്ചി കൊട്ടാരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞോ? അതായത് യഥാർത്ഥത്തിൽ ഈ ചരിത്രം പറഞ്ഞാണല്ലോ നമ്മൾ ഈ യാത്രയിൽ എത്തിയത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്നത്തെ രാജാക്കന്മാർ താമസിച്ചിരുന്ന, അവർക്ക് വേണ്ടി പണി കഴിപ്പിച്ച കൊട്ടാരമാണിത്. ഇന്നത് പല സിനിമാ ലൊക്കേഷനുകളൊക്കെ ആയി മാറാറുണ്ട്. എന്തായാലും അവിടേക്കാണ് ഒന്ന് പോയിട്ട് പിന്നെ നമുക്ക് തോട്ടപ്പുര എന്നുള്ളത് അന്വേഷിച്ചത് കുറച്ച് അപ്പുറത്താണ്. അതായത് നമ്മുടെ പീരുമേട് അടുത്താണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഇതാ PWD IB തിരക്കുന്നവർക്കുള്ള സ്ഥലമാണ് കുട്ടിക്കാനം IB. ഇത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്കാണ് അമ്മച്ചി കൊട്ടാരം. നല്ല അടിപൊളിയായിട്ട് റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തൊരു വ്യൂ പോയിന്റ് കൂടി ഉണ്ടെന്ന് പറയുന്നു. അതും നോക്കാം. യഥാർത്ഥത്തിൽ ഇത്രയും ചരിത്രം ഉള്ളൊരു സ്ഥലമാണ്. പക്ഷെ അതിൻ്റെതായ ഒരു ബോർഡോ ഒന്നുമില്ല. പുരാവസ്തു വകുപ്പൊക്കെ സംരക്ഷിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും പോയി കണ്ടു നോക്കാം. അവിടെ ഒരു പ്രായമുള്ള ഒരാൾ മാത്രമാണ് ഇപ്പോൾ അതിൻ്റെ പരിചരണത്തിന് അവിടെ താമസിക്കുന്നതെന്നാണ് അറിഞ്ഞത്. പ്ലേസ് അവന്യൂ ഹിൽ റിസോർട്ട്, അതും ഈ റൂട്ടിലാണ്. ഒരു വീട് പോലെയുണ്ട് കണ്ടിട്ട്. മെയിൻ റോഡിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരമാണ് ഇവിടേക്ക് പറയുന്നത്. അത് കഴിഞ്ഞ് പീർ മുഹമ്മദിൻ്റെ ദർഗയുണ്ടെന്ന് പറയുന്നുണ്ട്. അത് നോക്കണം.
ചെറിയ ചെറിയ വഴികൾ ഇങ്ങനെ കാണാം. ഇതുവഴി വല്ലതും ആണോ എന്നറിയില്ല. ഇപ്പുറത്ത് എന്തോ ഒരു ബോർഡുണ്ട്. അപ്പോൾ ഈ വഴി തന്നെ പൊട്ടിപ്പൊളിഞ്ഞ ഈ വഴിയിൽ കൂടിയാണ് മാപ്പ് കാണിക്കുന്നത്. മാപ്പ് അവിടെ നിന്ന് എടുത്ത് മാറ്റി വെച്ചാൽ കാരണം എന്താ പറയുക, അല്ലെങ്കിൽ നമ്മുടെ നല്ലൊരു റോഡിൻ്റെ വ്യൂ ഒക്കെ പലപ്പോഴും കിട്ടില്ല. ഇതൊരു എന്താ പറയുക, ഒരു കാടിനുള്ളിലൂടെയുള്ള ഒരു വഴിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ രണ്ട് സൈഡും യാതൊരു അനക്കവുമില്ല. ആളുകളൊക്കെ ഉണ്ട്, ആ പയ്യന്മാരൊക്കെ വരുന്നുണ്ട്. കൊട്ടാരത്തിൻ്റെ ഗേറ്റാണ്. യെസ്, അപ്പോൾ നമ്മൾ പതുക്കെ ഇവിടെ നിന്ന് മൂവ് ചെയ്യാണ്. അതാണ് അമ്മച്ചി കൊട്ടാരത്തിൻ്റെ ഒരു കാഴ്ച. അമ്മച്ചി കൊട്ടാരത്തിൻ്റെ ഒരു പ്രത്യേകത അത് ആരും സംരക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിലൊരു സംരക്ഷിത സ്മാരകമാക്കേണ്ടതായിരുന്നു. അപ്പോൾ ആ കെട്ടിടം കാട് പിടിച്ച് കിടക്കുന്നു, അവിടെ പൂട്ടി കിടക്കുകയാണ്. നമ്മളതിനുള്ളിൽ ചില സമയത്തൊക്കെ ആളുകൾ, അവിടെ ഒരു ചേട്ടനുണ്ടെന്ന് പറഞ്ഞില്ല, ആ ചേട്ടനാണ് തുറന്നു കൊടുക്കുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്നാണ് കയറിയത്. മിസ്റ്റി മൗണ്ടൻ ഹോട്ടൽ കണ്ടില്ലേ, ഇത് അതിൻ്റെ അവിടുന്ന് ലെഫ്റ്റിലോട്ടുള്ള വഴിയിലാണ് ഈ അമ്മച്ചി കൊട്ടാരം ഉള്ളത്. ഒരു ചരിത്ര സ്മാരകം എന്നുള്ള നിലയിൽ, സ്മാരകമൊന്നും ആക്കി ആരും വെച്ചിട്ടില്ല എങ്കിൽ പോലും വെറുതെ ഒന്ന് പോയി കാണാവുന്ന സ്ഥലമാണ്. ഭയങ്കര കാമാണ്. പക്ഷെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ എത്ര സുരക്ഷിതമാണെന്നൊരു സംശയം അവിടെ നിന്നപ്പോൾ തോന്നി. കാരണം ഒരു മനുഷ്യനില്ലല്ലോ, ചുറ്റിനും വലിയ കാടുമാണ്. ഒരു നല്ല ഗ്രൂപ്പൊക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ കുഴപ്പമില്ല, ഒറ്റയ്ക്കും പോവാം പയ്യന്മാരൊക്കെ ആണെങ്കിൽ. ഗൈസ്, അപ്പോൾ ഒരു രക്ഷയില്ല, അന്യായ കോട. അതിനിടയ്ക്കൊരു ഗംഭീര മഴ പെയ്തു, ആകെ എല്ലാം നനഞ്ഞു. കുട പോലും ഇല്ലാതെ നിന്നത്. ഇതാണ് പക്കാ മൺസൂൺ റൈഡ് എന്ന് പറയുന്നത്. ഫുള്ള് നനയുക എന്ന് പറഞ്ഞാലേ, കയ്യിലുണ്ടായിരുന്ന മുഴുവൻ എക്യുപ്മെൻസും നനഞ്ഞ്. ഇപ്പം ചെറുതായിട്ടൊന്ന് തോർന്നിട്ടുണ്ട്. മുന്നിലുള്ള വണ്ടി പോലും കാണാൻ പറ്റില്ല കേട്ടോ. ഇതാ നമുക്ക്, നമ്മളിതാ മെയിൻ റോഡിലേക്ക് വീണ്ടും തിരിച്ചെത്തി. സുഹൃത്തുക്കളെ, ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. ദാ ഇത് കുട്ടിക്കാനം കവലയാണ്, കണ്ടില്ലേ? ഒന്നും കാണാൻ പറ്റില്ല. നമ്മൾ നേരെ യാത്ര ഭയങ്കര റിസ്ക്കാണ്. പക്ഷേ നേരെ നമ്മൾ പോകുന്നത് പള്ളിക്കുന്ന് ചർച്ച് ഉണ്ടല്ലോ. നമ്മളിന്ന് കുറച്ചൊരു ചരിത്രത്തിൻ്റെ വഴിയുള്ള യാത്രയാണ്. ഇപ്പോൾ അമ്മച്ചി കൊട്ടാരം കണ്ടു. ഇനിയിപ്പോൾ ഇങ്ങനൊരു സ്ഥലം ഉണ്ട് ഇവിടെ, ബ്രിട്ടീഷുകാരെ അടക്കം അടക്കിയിട്ടുള്ള. അത് നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുള്ള സ്ഥലമാണ്. CSI പള്ളിയുണ്ട്, അവിടേക്കാണ്. കോടക്കൊതിയന്മാരാരുണ്ടെങ്കിലും പറ്റിയ സമയമാണ്. എനിക്കും കോട ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് തീരെ ഒന്നും കാണില്ല എന്നുള്ളതാണ്. റോഡ് പോലും കാണാൻ പറ്റുന്നില്ല. അമ്പോ, ഇത്രയൊരു കോടയിൽ ഞാൻ, കോടയും മഴയും കേട്ടാ. മൺസൂൺ റൈഡ് പക്കായി.
നമുക്ക് തേയിലത്തോട്ടമൊക്കെയാണ് സൈഡിൽ കാണുന്നത്, പക്ഷേ തേയിലത്തോട്ടമാണെന്ന് നമ്മൾ പറയണം, എങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അമ്മാതിരി ഇത് അമ്പ അന്യ വൈബ് കേട്ടോ. കുറേ കാലമായിട്ട് വിചാരിക്കുന്നതാണ് ഒരു മൺസൂൺ റൈഡ് നടത്തണമെന്ന്. പല ഫ്രണ്ട്സും ഇങ്ങനെ റൈഡൊക്കെ നടത്തി വീഡിയോസൊക്കെ ഇടുമ്പോൾ നമുക്കിങ്ങനെ കൊതി തോന്നില്ലേ, മഴയത്തുകൂടി. അടിപൊളിയാണ്. ഇവിടെ പിന്നെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലം ഇവിടെ ഇല്ല, നമ്മളിപ്പോൾ പോകുന്ന സ്ഥലമില്ല. അപ്പം മൺസൂൺ റൈഡൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതെല്ലാം കൂടി കണക്കാക്കി വേണം ഇറങ്ങാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് പള്ളിക്കുന്ന് CSI ചർച്ച്, സെൻറ്റ് ജോർജ് CSI ചർച്ച്. ബ്രിട്ടീഷുകാർ മൂന്നാറിൽ നിർമ്മിച്ച ഇംഗ്ലീഷ് ചർച്ചിനെ കൂടാതെ ഹൈറേഞ്ച് മേഖലയിൽ ആദ്യമായി നിർമ്മിച്ചൊരു ചർച്ച് കൂടിയാണിത്. ഇപ്പോഴും ആ പഴയ പ്രാധാന്യം, ഏതാണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത 34ഓളം ഇംഗ്ലീഷ് വംശജരുടെ ഈ കല്ലറകളാണ്. ബ്രിജറ്റ് മേരി എന്ന 2ാം ജന്മദിനത്തിൽ മരിച്ച കുട്ടിയുടെയും അത്തരത്തിലുള്ള, ഒപ്പം തന്നെ മൺറോയുടെയും അദ്ദേഹത്തിൻ്റെ കുതിരയുടെയും ഒക്കെ കല്ലറകൾ. അദ്ദേഹത്തിൻ്റെ കുതിരയുടെയൊക്കെ കല്ലറ ഇവിടെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ ചിലപ്പോൾ ബാംഗ്ലൂരിലൊക്കെ അത്തരം കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതേപോലെ ഒരു കല്ലറ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. യഥാർത്ഥത്തിൽ ഒരു ചരിത്രമാണ്, ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ് ഈ പള്ളിയും ഈ കല്ലറയുമൊക്കെ. മാത്രമല്ല ഒരുപാട് സിനിമകളുടെ ലൊക്കേഷൻ കൂടിയാണ് ഈ പള്ളി. ഇപ്പോൾ ഇവിടെയുള്ള ഇപ്പോഴത്തെ ആളുകളെയൊക്കെ അടക്കുന്ന അത് മറ്റൊരു ഭാഗത്താണ്, ഈ പള്ളിയുടെ ഈ ഭാഗത്താണ്. ഇവിടെ ഈ ലാസ്റ്റ് ഇറങ്ങിയ പ്രീസ്റ്റ് ഉൾപ്പെടെ നിരവധി മലയാള സിനിമകളുടെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ കൂടിയാണിത്.
അപ്പോൾ ഇതാണ് പള്ളിക്കുന്നിൽ വരെയുള്ള കാഴ്ച. തൽക്കാലം ഈ വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ഉടൻ കാണാം. ബൈ ബൈ.